ഒടിയന് ശേഷം താടി പഠിച്ച ലാലേട്ടനെ കാണാൻ സാധിക്കുന്നേയില്ല എന്നായിരുന്നു ആരാധകരുടെ പരാതി. ആ പരാതിയുടെ എല്ലാ കേടും തീർക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ ഇപ്പോൾ. പുതിയ തരുൺമൂർത്തി ചിത്രത്തിന് വേണ്ടിയുള്ള താടി വടിച്ചുള്ള ലുക്കിൽ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും തരംഗമാകുകയാണ് ലാലേട്ടൻ. വരുന്നു, സോഷ്യൽ മീഡിയ കത്തിക്കുന്നു, പോകുന്നു. ഇതാണിപ്പോൾ അദ്ദേഹത്തിന്റെ ട്രെൻഡ്. മീശ പിരിച്ച മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അദ്ദേഹം പങ്കുവച്ച ഫോട്ടോ നിമിഷങ്ങൾ കൊണ്ടുതന്നെ ആരാധകർ ഏറ്റെടുത്തു. വെള്ള ഷർട്ടിൽ മഞ്ഞ നിറത്തിൽ പൂച്ചയുടെ ചിത്രം പ്രിന്റ് ചെയ്ത ഷർട്ടാണ് മോഹൻലാൽ ധരിച്ചിരിക്കുന്നത്. കൂടെ ആ മീശ പിരിയും കൂടിയായപ്പോൾ സംഭവം ഉഷാർ. മീശ പിരിച്ച് മാസ് പരിവേഷത്തിലെത്തുന്ന ആ പഴയ മോഹൻലാൽ ലെഗസിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഫോട്ടോയാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. പുതിയ കോവിലകം വാങ്ങിക്കാൻ വന്ന ആളാണോ? ഇതേതാ ഈ ഏഴാം തമ്പുരാൻ എന്നൊക്കെ ആരാധകർ ഫോട്ടോയ്ക്ക് താഴെ കമന്റായി ചോദിക്കുന്നുണ്ട്. പൂവള്ളി ഇന്ദുചൂടൻ ഈസ് ബാക്ക് എന്നും രാജാവിന്റെ മകനെന്നും കമന്റുകൾ നിറയുന്നുണ്ട്. മറ്റൊരു കൂട്ടർ ചോദിക്കുന്നത് ഇത് ലവ്ലജനാണോ അതോ രംഗണ്ണനാണോ എന്നാണ്. ശരിയാണ്, ഒരു രംഗണ്ണൻ വൈബ് എവിടെയൊക്കെയോ മിന്നി മറയുന്നുണ്ട്. താടിയെടുത്ത ശേഷം മോഹൻലാൽ പങ്കുവച്ച ഫോട്ടോകളെല്ലാം തന്നെ ഹിറ്റുകളാണ്. ജനുവരി 23-നാണ് തന്റെ പുതിയ ലുക്ക് വെളിപ്പെടുത്തിയുള്ള ചിത്രം മോഹൻലാൽ ആദ്യമായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ചുമ്മാ എന്ന ക്യാപ്ഷനോടെ L366 എന്ന ഹാഷ്ടാഗോടെയാണ് ചിത്രം പങ്കുവച്ചത്. നിമിഷ നേരം കൊണ്ട് തന്നെ ആ ചിത്രം വൈറലായി. പിന്നീട് അക്ഷരോത്സവത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു. L366ന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ കൂടി വന്നതും ആരാധകർ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. ഇതിലൊന്നും നിർത്താൻ ഭാവമില്ലാതെയാണ് ഇപ്പോഴത്തെ പുതിയ മീശ പിരിച്ച ഫോട്ടോയും. ഒടിയന് ശേഷം താടി വടിച്ച ലുക്കിൽ മോഹൻലാൽ സിനിമകൾ ചെയ്യാതെ ആയതോടെ താടിയില്ലാതെ എക്സ്പ്രഷൻ വരാത്ത മോഹൻലാൽ എന്ന് ട്രോളിയവർക്കെല്ലാം ഒരു മറുപടി തന്നെയാണ് ഈ കാണുന്നതൊക്കെ. പുതിയ തരുൺമൂർത്തി ചിത്രം റിലീസാകുന്നതോടെ ആ സംശയത്തെ എല്ലാവർക്കും അപ്പാടെ മാറിക്കിട്ടുമെന്നത് തീർച്ചയാണ്. തുടരുമിൽ ലാലേട്ടന്റെ തന്നെ താടിയെ പറ്റിയുള്ള ഒരു സെൽഫ് ട്രോൾ ഉണ്ട്. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചതാടാ. അതിനുശേഷം തരുൺമൂർത്തിയുടെ വകയായി തന്നെ ആ മീശ പിരിച്ച പഴയ ലാലേട്ടൻ മാസ് ഇനി കാണാൻ പോകുന്നതേയുള്ളൂ. അതെന്താണെങ്കിലും ഒന്നുകൂടി പറയാതെ വയ്യ. താടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താ, എല്ലാം നമ്മുടെ ലാലേട്ടൻ തന്നെയല്ലേ.